ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ നല്ല സന്തോഷത്തിലാണ്. വേറൊന്നുമല്ല, ഞാൻ ഓർഡർ ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട്. വലിയ വൻപിച്ച കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഗ്ലാസ് ഐറ്റംസ് ആണ്. ഹാൻഡിൽ വിത്ത് കെയർ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഓരോന്നും എടുക്കുന്നത്. ഇതൊരു ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഗ്ലാസ്സാണ്. പക്ഷേ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരുമാതിരി എന്താ പറയുക, തിന്നായിട്ടാണ് അതിൻ്റെ സൈഡും ഒക്കെ. ഒരു ഡെയിലി യൂസിന് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് കഴുകുമ്പോഴൊക്കെ ഒന്ന് തട്ടിയാൽ മതി, പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ തന്നെ ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസിൻ്റെ സ്ട്രോയും ഉണ്ട്. കുട്ടികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് വേഗം തന്നെ ഒന്ന് അടുത്ത് തുറന്ന് നോക്കാം. ഈ ബോക്സ് ഒന്നും ഞാൻ കളയുന്നില്ല, കാരണം ഇതൊന്നും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്നതിനേക്കാളിലും കൂടുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും അടുത്തതിൽ എന്തായിരിക്കും എന്നൊരു ധാരണയൊക്കെ എനിക്കുണ്ട്. ഗ്ലാസ് തന്നെയാണ്, 3 ഗ്ലാസ് തന്നെയാണ്. അതിൽ ഒരു പൈനാപ്പിൾ ഷേപ്പ് വരുന്ന ഗ്ലാസ്സാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതും ജ്യൂസൊക്കെ കുടിക്കുന്നത് തന്നെയാണ്. അയ്യോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ സർഫസൊക്കെ കാണാനായിട്ട് നല്ലതാണ്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. വേഗം തന്നെ അടുത്തതും കൂടി ഒന്ന് തുറന്ന് നോക്കാം. സത്യത്തിൽ അടുത്തത് ഏത് തരം ഗ്ലാസ് ആയിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഈ ഗ്ലാസ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ശരിക്കും മറന്നുപോയിരുന്നു. ഇതൊരു ഗുഡ് മോർണിംഗ് എന്നൊരു പ്രിൻ്റൊക്കെ ഉള്ള ഒരു ഗ്ലാസ്സാണ്. ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇത് കൈ കിട്ടിയപ്പോൾ ഇത് നല്ല വലിയ ഗ്ലാസ്സാണ്. ഇതിനകത്ത് ഇപ്പോൾ ചായ കുടിക്കുന്നതാണോ ജ്യൂസ് കുടിക്കുന്നതാണോ എന്തിനു പറ്റിയതാണെന്നോ ഒരു പിടുത്തവും ഇല്ല. ചുമ്മാ ഷോയ്ക്ക് കുറച്ച് ലുക്ക് വാം വാട്ടറൊക്കെ ഒഴിച്ച് കുടിച്ച് നോക്കാം. രാവിലെ കുറച്ച് ഗ്രീൻ ടീ ഒക്കെ ഇതിനകത്തൊഴിച്ച് നല്ല തണുത്ത ക്ലൈമറ്റിൽ ബാൽക്കണിയിൽ പോയി നിന്ന് കുടിക്കണം. കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണം. പക്ഷേ ഇപ്പം ഗ്രീൻ ടീ ഒക്കെ ആരാ കുടിക്കുക?